ആലപ്പുഴ കളർകോട് വാഹനാപകടം. കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 5 യുവാക്കൾക്കാണ് ദാരുണാന്ത്യമുണ്ടായിരിക്കുന്നത്. പരിക്കേറ്റ 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം. കാർ വെട്ടിപ്പൊളിച്ചാണ് യുവാക്കളെ പുറത്തെടുത്തിരിക്കുന്നത്. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, കനത്ത മഴ, അതിനെ തുടർന്ന് കാഴ്ചാപരിധി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഈ കാർ KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറി എന്നാണോ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്? ഈ അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ മനീഷ്. വിജിത്ത്, അപകട കാരണം ഒന്ന് അമിത വേഗത എന്ന് കൂടി പറയപ്പെടുന്നുണ്ട്. പക്ഷേ അതിന് സ്ഥിരീകരണം വന്നിട്ടില്ല. ഈ മഴ മൂലം ഉണ്ടായിട്ടുള്ള കാഴ്ചക്കുറവ് കൂടി അപകടത്തിന് കാരണമായിട്ടുണ്ട്. പ്രതികൂലമായ കാലാവസ്ഥ കൂടിയായിട്ടുണ്ട്. ഇപ്പോൾ 5 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ ഇങ്ങനെയാണ്. അതായത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസ് ആണ് ഈ എല്ലാവരും തന്നെ. ആലപ്പുഴ ഈ വാഹനാപകടത്തിൽ മരിച്ചത് പാലക്കാട് സ്വദേശി ശ്രീദീപ്, ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം, കണ്ണൂർ സ്വദേശി മുഹമ്മദ് ജബ്ബാർ, ആലപ്പുഴ ആയുഷ് ഷാജി, മലപ്പുറം സ്വദേശി ദേവാനന്ദ് എന്നിവരാണ് മരിച്ചതെന്ന പ്രാഥമിക വിവരമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു അത്യാസന്ന അല്ലെങ്കിൽ അത്യാഹിത നിമിഷമാണ്. ഈ സമയത്ത് അഡ്രസ്സോ മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ ചെറിയ വ്യത്യാസം ഉണ്ടായേക്കാം. പക്ഷെ നമുക്ക് നിലവിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഇതാണ്. ഇപ്പോഴും മഴ മാറി നിന്നിട്ടില്ല. വലിയ രീതിയിൽ മഴയുണ്ടായ സമയമായിരുന്നു. ഈ അപകടത്തിന് കാരണമായി മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ചങ്ങനാശ്ശേരിയിൽ നിന്നും ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ നിന്നും ഞാൻ നിൽക്കുന്ന ആലപ്പുഴ ദേശീയപാതയിലേക്ക് എത്തുകയായിരുന്നു കാർ. ഞാൻ നിൽക്കുന്ന ഈ സ്പോട്ടിൽ വെച്ചാണ് അപകടം ഉണ്ടാകുന്നത്. ഇവിടെ നിന്നും, അതായത് തെക്ക് നിന്നും വടക്ക് ഭാഗത്തേക്ക്, ആലപ്പുഴ എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്നു കാറിൽ 7 പേരുണ്ടായിരുന്നു. 7 പേരും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളായിരുന്നു. അവിടെ എതിർ ദിശയിൽ വരികയായിരുന്നു. വൈറ്റിലിൽ നിന്നും പുനലൂരിലേക്ക് പോകുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സായിരുന്നു. ഈ ട്രാൻസ്പോർട്ട് ബസ്സിലേക്ക്, KSRTC ബസ്സിലേക്ക് എതിർ ദിശയിൽ വന്ന കാറ് അത് ബ്രേക്ക് ഇടുകയും പിന്നീട് സ്കിഡായി നിയന്ത്രണം തെറ്റി ഈ KSRTC ബസ്സിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു. കാറിന്റെ മുൻഭാഗമല്ല, അതിന്റെ ഇടത് സൈഡിലെ മധ്യഭാഗം ചേർന്ന് ഇടിക്കുകയും 3 പേരെ അങ്ങോട്ടേക്ക്, അതായത് വെട്ടിപ്പൊളിച്ച് ആശുപത്രിയിലേക്ക് ആദ്യം എത്തിച്ചെങ്കിലും 3 പേരെ കൊണ്ടുപോകുന്ന വഴി മരിച്ചു എന്നും, ഒരാൾ ഈ സ്ഥലത്ത് വെച്ച് മരിച്ചു എന്നും, ഒരാൾ ചികിത്സയിലിരിക്കെ മരിച്ചു എന്നും, അങ്ങനെ 5 പേർ ദാരുണമായ അപകടമുണ്ടായി മരിച്ചു എന്ന്. 25 വയസ്സിന് താഴെയാണ് ഇവർ എല്ലാവരുടെയും പ്രായം എന്ന് കൂടി നമുക്കറിയാൻ സാധിക്കുന്നു. അങ്ങനെ ദാരുണമായ സംഭവം ഉണ്ടാകുന്നു. നാടിനെ ഞെട്ടിക്കുന്ന അപകടം ഉണ്ടാകുന്നു. ഇതുപോലൊരു അപകടം ഇതിനു മുമ്പൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഒരു പാതയാണ്. ഇത്രയും അധികം ആളുകൾ മരിക്കുന്ന ഒരു അപകടം, അല്ലെങ്കിൽ ഒരു കാർ അപകടത്തിൽപ്പെട്ട് ഇത്രയും അധികം തകരാറിലാകുന്ന ഒരു അപകടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ ഇവിടെയുള്ള ആളുകൾ തന്നെ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം ഇത് വെട്ടിപ്പൊളിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ തന്നെ ഏത് രീതിയിൽ ആളുകളെ വെളിയിലേക്ക് എടുക്കും. 7 സീറ്റർ വാഹനമാണ്, ടവേരയാണ്, കായംകുളം രജിസ്ട്രേഷൻ വാഹനമാണ്. ഈ വാഹനത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ രക്തത്തിൽ കുളിച്ച് ശരീരഭാഗങ്ങളൊക്കെ തന്നെ നമുക്കത് ആ രീതിയിൽ നമുക്കത് പറയുന്നതിൽ, റിപ്പോർട്ട് ചെയ്യുന്നതിൽ കൂടി മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. അത്തരത്തിൽ ആളുകൾക്ക് വിഷമുണ്ടാക്കുന്ന തരത്തിലുള്ള കാഴ്ചയായിരുന്നു. അങ്ങനെ ഓരോരുത്തരെയും 10 മിനിറ്റ് സാവകാശത്തോളം, 10-15 മിനിറ്റ് വ്യത്യാസമെടുത്ത് ഓരോരുത്തരെയും ഈ കാറിൽ നിന്നും എടുത്ത് മാറ്റി ദേശീയപാതയിൽ പിന്നീട് വാഹനത്തിന് ക്രമീകരണം ഉണ്ടായി. അതായത് അത്രത്തോളം ഗതാഗത കുരുക്കുണ്ടായി. ആ സമയത്ത് 1 മണിക്കൂറോളം സമയം ഗതാഗത കുരുക്കുണ്ടായി. അങ്ങനെ വാഹനത്തിൽ നിന്ന് വെട്ടിപ്പൊളിച്ച് ആലപ്പുഴ ഏകദേശം 7 കിലോമീറ്റർ ദൂരമുള്ള ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുമ്പോഴേക്കും 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഒരാൾക്ക് അവിടെ എത്തിയ ശേഷമാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഈ 7 പേരും മിടുക്കരായ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾ കൂടിയായിരുന്നു. അവർ ഇന്ന് സുഹൃത്തിന്റെ വീട്ടിൽ പോയി മടങ്ങി ആലപ്പുഴ നഗരത്തിലേക്ക് എത്തുന്ന സമയത്താണ് അപകടമുണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. അത്രത്തോളം വലിയ ആഘാതം ഈ കാറിന് കൂടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് മനസ്സിലാക്കുന്നത് ഈ ടവേര, ഇത് രജിസ്ട്രേഷൻ വാഹനമാണ്, ഇതിന് 12 വർഷത്തോളം പഴക്കമുണ്ട് എന്നതുകൂടിയാണ്. KSRTC വാഹനവും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. KSRTC വാഹനത്തിൽ ആർക്കും പരിക്കില്ല. പക്ഷേ KSRTC വാഹനത്തിന്റെ ഭാഗത്തു നിന്നും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. വാഹനം വൈറ്റിലിൽ നിന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കായംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ഇതിലേക്ക് ഇടിക്കുകയായിരുന്നു. ബസ്സിനകത്തെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. ഈ KSRTCക്ക് വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ KSRTC ബസ്സിന്റെ മുൻഭാഗത്തേക്ക്, അതിന്റെ ഈ കാറിന്റെ മധ്യഭാഗത്തേക്ക് ഇടിക്കുമ്പോൾ വലിയ ആഘാതമുണ്ടായിരുന്നു. അങ്ങനെ കാറ് വെട്ടിപ്പൊളിച്ചെടുക്കേണ്ട സാഹചര്യം ഉണ്ടായെങ്കിൽ കൂടി പലപ്പോഴും പലരെയും രക്ഷിക്കാൻ ഇതിനു മുൻപൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇത് അതുപോലെ ആയിരുന്നില്ല. ഓരോരുത്തരെയും വെട്ടിപ്പൊളിച്ച് പുറത്തേക്ക് എടുക്കുമ്പോൾ അവരുടെ ഏതെങ്കിലും ഒരു ശരീരഭാഗം കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി
എന്നാണ് നമുക്കിവിടെ വന്നപ്പോൾ മനസ്സിലാകുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ അപകടത്തിന്റെ കാരണം മറ്റ് CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അത്രത്തോളം വലിയ അപകടം, നാടിനെ നടുക്കിയ അപകടം, ഇതുപോലെ ഒരു അപകടം ഉണ്ടാകാത്തൊരു സ്ഥലത്ത് എന്തുകൊണ്ട് ഈ അപകടം ഉണ്ടായി? പെട്ടെന്നുണ്ടായ ഒരു മഴയിൽ വാഹനത്തിന്റെ വേഗത നിയന്ത്രിക്കാൻ കഴിയാതെ പിന്നീട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു അപകടം, നിയന്ത്രണം തെറ്റിയുണ്ടായ അപകടം. പക്ഷേ ഇത്രയും അധികം ജീവനുകൾ നഷ്ടപ്പെടുന്ന ഒരു അപകടമാകും എന്ന് ഇവിടെ ഈ അപകടം കണ്ടെത്തിയ ആളുകൾക്ക് പോലും ആദ്യം മനസ്സിലാക്കിയിൽ കൂടി പിന്നീട് ഈ വാഹനത്തിൽ നിന്നും ആളുകളെ വെട്ടിപ്പൊളിച്ച് പുറത്തേക്കെടുത്ത് വണ്ടര മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ച് കഴിഞ്ഞ ശേഷമാണ് ഇത്രയും അധികം മരണം കൂടി ഉണ്ടായതായി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട് ഇവിടെ സ്ഥലത്ത്. ADM ഒപ്പം തന്നെ തഹസിൽദാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ കൂടി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വണ്ടര മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 2 പേർക്ക് വേണ്ടി അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് വണ്ടര മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുന്നത്. ശ്രീജിത്ത്.